ഭദ്രൻ്റെ രണ്ടാം കെട്ട്. രചനാ സംഭാഷണം മൈഥിലി മിത്ര. ഭാഗം 40. അമ്മേ, ഞാൻ ട്യൂഷന് പോണ്. കഴിക്കാൻ വല്ലതും എടുക്ക്. കയ്യിൽ ബാഗുമായി കോണിപ്പടി ഇറങ്ങി വരുന്നവളോട് എന്തു പറയണമെന്നറിയാതെ ലക്ഷ്മിയും വിമലയും കുഴങ്ങി. അവരിരുവരും വേദനയോടെ പരസ്പരം ഉറ്റുനോക്കി. എന്തേ നിങ്ങൾ രണ്ടുപേരും വല്ലാണ്ടിരിക്കുന്നേ? വിമലയുടെയും നാരായണിയുടെയും മുഖത്തെ സങ്കടം കണ്ടുകൊണ്ട് അവൾ ഒട്ടൊരു സംശയത്തോടെ ചോദിച്ചുപോയി. ഒന്നുമില്ല കുട്ടി, നീ വന്ന് എന്തെങ്കിലും കഴിക്കാൻ നോക്ക്. കോളേജിൽ നിന്ന് വിശന്നു വന്നതല്ലേ. വിമലെ, കൊച്ചിന് കഴിക്കാൻ എന്തേലും എടുത്തു വയ്ക്ക്. ഉള്ളിലുള്ള സംഘർഷങ്ങളെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് നാരായണി വേഗം ആ അവസ്ഥയെ മയപ്പെടുത്തുവാൻ നോക്കി. പാർവതിക്ക് അവരുടെ കാട്ടിക്കൂട്ടലുകൾ കണ്ട് വല്ലാത്ത അസ്വസ്ഥത തോന്നിയെങ്കിലും അവളൊന്നും മിണ്ടാതെ തന്നെ ഡൈനിങ് ടേബിളിലെ കസേരയിലേക്ക് പോയിരുന്നു. കഴിക്കുമോളെ. ഒരു പ്ലേറ്റിൽ ആവി പറക്കുന്ന ഇടിയപ്പവും കിഴങ്ങുകറിയും വിളമ്പി അവളുടെ മുൻപിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് വിമല പറഞ്ഞു, കൂടെ ഒരു ഗ്ലാസ് പാലും. വിശപ്പ് വല്ലാതെ അധികരിച്ചത് കൊണ്ട് മാത്രം അവൾ നിശബ്ദമായിരുന്ന് മുഴുവനും കഴിച്ചു തീർത്തു. മോളെ, ഇന്ന് ട്യൂഷൻ ഇല്ലെന്ന് പറയാൻ പറഞ്ഞു. കൈ കഴുകിയിട്ട് ടവലിൽ തുടച്ചിട്ട് ബാഗും എടുത്തുകൊണ്ട് നടക്കാൻ തുടങ്ങിയവളെ തടഞ്ഞുകൊണ്ട് വിമല എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. അതെന്തു പറ്റി? എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. കേട്ടത് അവിശ്വസനീയമായതിനാലാവാം അവൾ വീണ്ടും ഒരു ഉറപ്പിനായി ചോദിച്ചത്. അതെ, ഇന്ന് ട്യൂഷനില്ല. അവൻ എന്നോടാണ് പറഞ്ഞത്. ഇന്നും മാത്രമല്ല, ഇനി കുറച്ച് നാളുകൾ കൂടി ഉണ്ടാവില്ല. ഉമ്മറത്തു നിന്ന് അകത്തേക്ക് കയറി വന്ന കൃഷ്ണൻ നായരാണ് അവൾക്കുള്ള മറുപടി കൊടുത്തത്. എന്തേ മുത്തശ്ശ? ഇനി കുറച്ചുനാൾ മാരാരുടെ മുഖം കാണേണ്ടല്ലോ എന്ന സന്തോഷത്താൽ ഉള്ളം തുടിച്ചുവെങ്കിലും അവരുടെ മുൻപിൽ അത് പ്രകടിപ്പിക്കാതെ അവൾ ദുഃഖം അഭിനയിച്ചു. അത് പിന്നെ അവൻ എന്തോ വേറെ വർക്കുണ്ടെന്ന് നിന്നോട് കുറച്ചുനാൾ കഴിഞ്ഞ് ചെല്ലുവാൻ പറഞ്ഞു. പാറുവിൻ്റെ മുഖത്തേക്ക് നോക്കാതെ വേറെ എങ്ങോട്ടേക്കോ നോട്ടം പായിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു നിർത്തി. എന്നാൽ ശരി മുത്തശ്ശ, കുറച്ച് ഹോംവർക്ക് ഉണ്ടായിരുന്നു. എങ്കിൽ ഞാൻ പോയി അതൊക്കെ ചെയ്തിട്ട് വരാവേ. ഒരു വേള അറിയാതെ താൻ അവരുടെ മുൻപിൽ പൊട്ടിച്ചിരിച്ചു പോകുമോ എന്ന ഭയം മനസ്സിലുണ്ടായതും പാർവതി മറുപടിക്ക് കാക്കാതെ കോണിപ്പടികൾ ഓടിക്കയറി മുറിയിൽ ചെന്ന് വാതിൽ ചേർത്തടച്ചു കുറ്റിയിട്ടു. ഹഹഹഹ. കയ്യിലിരുന്ന ബാഗ് ഒരു ഊക്കോടുകൂടി ബെഡിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അവൾ ഉച്ചത്തിൽ പൊട്ടിപ്പൊട്ടി ചിരിച്ചു. അയ്യോ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ, ഞാനിപ്പോൾ സന്തോഷം കൊണ്ട് ചത്തുപോകും. അവൾ കൂകി വിളിച്ചുകൊണ്ട് കട്ടിലേക്ക് കയറി കമിഴ്ന്നു കിടന്നു. എൻ്റെ പൊന്നീശ്വരന്മാരെ, മാരാരുടെ ഈ തിരക്കേ ഒരിക്കലും തീരാതിരുന്നെങ്കിൽ. കിടന്നുകൊണ്ട് തന്നെ അവൾ സർവ്വദൈവങ്ങളോടും കെഞ്ചി പ്രാർത്ഥിച്ചു. കുറച്ചു നേരത്തെ ആഹ്ലാദ പ്രകടനങ്ങൾക്ക് ശേഷം എന്തുകൊണ്ടോ പെണ്ണിന് രോഹിത്തിനോട് സംസാരിക്കുവാനായി ആഗ്രഹം തോന്നി. അവൾ പൊടുന്നനെ കട്ടിലിനരികിൽ ചേർത്തിട്ടിരിക്കുന്ന കുഞ്ഞു സ്റ്റൂളിലിട്ടിരിക്കുന്ന ഫോൺ കയ്യെത്തിച്ചെടുത്തു. 2-3 ദിവസങ്ങളായി രോഹിത്ത് തന്നെ വിളിച്ചിട്ടവളെന്ന് അപ്പോൾ ഓർത്തു. തന്നോടുള്ള സംസാരം ഈടെയായിട്ട് ഇത്തിരി കുറവായിരുന്നെങ്കിലും ഇടയ്ക്കൊക്കെ മെസ്സേജെങ്കിലും അയക്കുമായിരുന്നു. പക്ഷെ 2 ദിവസമായിട്ട് താൻ അയക്കുന്ന മെസ്സേജിന് പോലും റിപ്ലൈ അവൻ തരാറില്ല എന്നുള്ള കാര്യം സങ്കടത്തോടെയാണ് പെണ്ണ് ഓർത്തത്. പ്രണയമെന്ന ചൂട് തലയ്ക്ക് പിടിച്ചപ്പോൾ അഭിമാനം എന്നൊന്നും ഉണ്ടെന്നുള്ള കാര്യം പാർവതി മറുപടി മനഃപൂർവ്വം മറന്നെന്ന് നടിച്ചു. ആദ്യത്തെ ബെൽ മൊത്തം അടിച്ചിട്ടും രോഹിത് കോൾ എടുക്കാഞ്ഞപ്പോൾ ഇത്തിരി വിഷമം തോന്നിയെങ്കിലും വീണ്ടും ഒരു വട്ടം കൂടി വിളിച്ചു നോക്കി. ഹലോ. ബെൽ പകുതി അടിച്ചു തീർന്നതും രോഹിത്തിൻ്റെ ശബ്ദം സ്പീക്കറിൽ കൂടി പുറത്തേക്ക് വന്നത് അവൾ അറിഞ്ഞു. രോഹിത്, വൈ ആർ യു നോട്ട് ലിഫ്റ്റിംഗ് മൈ കോൾ? എത്ര വട്ടം ഞാൻ വിളിച്ചു? എന്നെ മറന്നോ നീ? വൈ യു ആർ അവോയ്ഡിങ് മീ രോഹിത്? ഇറ്റ്സ് സോ പെയിൻഫുൾ യു നോ. അവൻ്റെ ഒച്ച കേട്ടതും ചുറ്റുമുള്ളതും സർവവും മറന്നിരുന്നവൾ അവൻ്റെ സാമീപ്യം ഫോണിലൂടെയെങ്കിലും അനുഭവിച്ചാൽ മതിയെന്നായി അവളുടെ അവസ്ഥ. പാർവതി, നീ എന്താ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ? ഞാനിവിടെ 100 കൂട്ടം തിരക്കിലാണ്. പണ്ടത്തെ പോലെ എപ്പോഴും വിളിക്കാനും ഒന്നും എന്നെക്കൊണ്ട് പറ്റില്ല. അതെന്താ നീ മനസ്സിലാക്കാത്തെ? അവൻ്റെ സംസാരം കേട്ടപ്പോഴേക്കും പെണ്ണിൻ്റെ നെഞ്ചൊന്ന് വിങ്ങിയെങ്കിലും അവളൊന്ന് പുഞ്ചിരിക്കുവാനായി ശ്രമിച്ചു. രോഹിത്, നീ എന്തൊക്കെയായി സംസാരിക്കുന്നേ? എൻ്റെ ചെറിയ കാര്യങ്ങളിൽ പോലും എന്തൊരു ശ്രദ്ധയായിരുന്നു നിനക്ക്. ആ നീ തന്നെയാണോ ഇങ്ങനെ അന്യനായ ഒരു പുരുഷനെ പോലെ എന്നോട് മിണ്ടുന്നത്? വിങ്ങലുകൾ തൊണ്ടക്കുഴിയിൽ കിടന്ന് കറങ്ങിയെങ്കിലും അതിനെ പുറത്തേക്ക് ഒഴുക്കുവാൻ താല്പര്യമില്ലാത്ത രീതിയിൽ അവളൊന്ന് ഉമിനീരിറക്കി കളഞ്ഞു.
പാർവതി, സാഹചര്യങ്ങൾക്ക് അനുകൂലമായി പെരുമാറാൻ നിനക്കിതുവരെ അറിയില്ലേ? ഇത്രയും നാളും സംസാരിക്കുവാൻ എനിക്ക് സമയം കിട്ടുമായിരുന്നു. ഇപ്പോൾ ഞാനും ഒരു ബിസിനസ്സുകാരനാണ്. എനിക്ക് എൻ്റെ അച്ഛനെ സഹായിച്ചല്ലേ പറ്റൂ. അതിൻ്റെ ടെൻഷനിൽ കിടന്ന് ഞാനിങ്ങനെ വലയുമ്പോൾ നീയും കൂടി കിടന്ന് വെറുതെ ആവശ്യമില്ലാത്ത സീൻ ഉണ്ടാക്കരുത്. യാതൊരു ദയാദാക്ഷിണ്യങ്ങളും കൂടാതെ തന്നെ അവൻ പറഞ്ഞൊഴിഞ്ഞു. അത് കേട്ട് നാണം കെട്ടവളെ പോലെ പാർവതി തറഞ്ഞിരുന്നു പോയി. എങ്കിൽ നിന്റെ ബിസിനസ്സുകൾ നടക്കട്ടെ രോഹിത്. ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോൾ വിളിക്കാൻ ശ്രമിക്ക്. അതും പറഞ്ഞുകൊണ്ടവൾ വേഗത്തിൽ തന്നെ ഫോൺ കട്ട് ചെയ്തു. നെഞ്ചിൽ ഒരു വേദന തോന്നിയെങ്കിലും കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് അവൾ കരച്ചിലിനെ നിയന്ത്രിക്കുവാനായി ശ്രമിച്ചു. പക്ഷേ തൊണ്ടക്കുഴിയിൽ തടഞ്ഞു നിർത്തിയ വിങ്ങലുകൾ ഒരു പ്രണയം പോലെ അവളിൽ നിന്നും പുറത്തേക്ക് ഒരുപോലെ തെറിക്കുകയാണ് ചെയ്തത്. സന്ധ്യയുടെ ഏതോ ഒരു നേരത്ത് കരഞ്ഞു തളർന്ന മിഴികൾ പൂട്ടി പെണ്ണ്. അമ്മേ! ഒരലർച്ചയോടൊപ്പം എന്തോ താഴെ വീണുടയുന്ന ശബ്ദം കേട്ടപ്പോഴാണ് അടുക്കളയിലെ പണിയിൽ തിരക്കിലായിരുന്ന ലക്ഷ്മി വേഗത്തിൽ ഹാളിലേക്ക് ഓടിച്ചെന്നത്. അവിടെ കണ്ട കാഴ്ച അവരെ നടക്കുന്നതായിരുന്നു. ചുമരിൽ പിടിപ്പിച്ച LED TV പൊട്ടിച്ചിതറി തറയിൽ കിടപ്പുണ്ട്. അതിനരികിൽ തന്നെ അതീവ ദേഷ്യത്തോടെ കണ്ണുകൾ ചുവപ്പിച്ചു നിൽക്കുന്ന ഭദ്രനെ കണ്ടപ്പോഴേക്കും ശരീരത്തിലെ സകല നാഡികളും തളർന്നു പോകുന്നത് പോലെ തോന്നി അവർക്ക്. ഭദ്ര! അവർ ഭീതിയോടെ മകനെ വിളിച്ചു. അതെ, ഭദ്രൻ തന്നെയാണ്. അതറിയാവല്ലോ അല്ലേ അമ്മയ്ക്ക്? അവൻ്റെ ദേഷ്യത്തിന് പിന്നിലുള്ള കാരണം അറിയാവുന്നതിനാൽ തന്നെ ലക്ഷ്മി മൗനമായിട്ടിരുന്നു. എന്നാലും നിങ്ങൾ എൻ്റെ പെറ്റമ്മ തന്നെയല്ലേ? എങ്ങനെ തോന്നി നിങ്ങൾക്ക് എന്നെ ചതിക്കുവാൻ? ഞാൻ എന്ത് തെറ്റാ നിങ്ങളോടൊക്കെ ചെയ്തത്? ഒന്ന് പറയുമോ? ഭ്രാന്ത് പിടിച്ചവനെ പോലെ ഭദ്രൻ അവനെ കിടന്ന പല സാധനങ്ങളും തല്ലിപ്പൊട്ടിക്കുവാനായി തുടങ്ങി. മകൻ്റെ ഇത്രയും കോപത്തോടെയുള്ള ഭാവം കണ്ട് ലക്ഷ്മി പേടിച്ചു വിറച്ചുകൊണ്ട് ഹാളിലെ ചുമരിലേക്ക് ചാരി നിന്നുപോയി. ഒരു ജാതകത്തിൻ്റെ പേരിൽ ഞാൻ ആ പെണ്ണിനെ കെട്ടണോന്ന്? ജാതകമാണോ എൻ്റെ ജീവിതം തീരുമാനിക്കുന്നത്? മേൽപ്പത്തൂര് ചൂണ്ടിക്കാട്ടുന്ന കാളയാണോ ഞാൻ വിവാഹം കഴിക്കേണ്ടത്? നിങ്ങൾക്കൊക്കെ എന്താണ്, ഭ്രാന്തായോ? അതോ അങ്ങനെ അഭിനയിക്കുകയാണോ? മഹാദേവൻ്റെ ശിവതാണ്ഡവം പോലെയായിരുന്നു അവൻ്റെ കാട്ടിക്കൂട്ടലുകളൊക്കെയും. അമ്മയ്ക്കെന്താ ഇപ്പോഴൊന്നും മിണ്ടാനില്ലേ? വല്ലപ്പോഴും സങ്കടം തീർക്കാനൊന്ന് കുടിച്ചപ്പോഴേക്കും നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ കുടിയനായി. എട്ടും പൊട്ടും തിരിയാത്ത പെണ്ണിനെ വീട്ടിൽ വിളിച്ച് കയറ്റി എന്നെ പൊട്ടനെ പോലെ വേഷം കെട്ടിച്ചു. ഇനി ഒന്നേ എനിക്കറിയേണ്ടുള്ളൂ, അമ്മയും കൂടെ അറിഞ്ഞുകൊണ്ടാണോ ഈ പാർവതി നാടകം ഇവിടെ ഇത്രയും ദിവസം അരങ്ങേറിയത്? അവൻ സ്ഥലകാല ബോധമില്ലാത്തവനെ പോലെ അലറി വിളിച്ചുകൊണ്ട് ചോദിച്ചു. മോനെ, നീ എന്തൊക്കെയായി ചെയ്യുന്നേ? ആര് നാടകം കളിച്ചുവെന്നാ? എന്ത് നാടകം കളിച്ചുവെന്ന് സഹിക്ക വയ്യാതെ ലക്ഷ്മി ചോദിച്ചു പോയി. എന്തിനാ അമ്മേ ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കുന്നത്? ഞാൻ ഈ വീട്ടിൽ കഴിയുന്ന ഇഷ്ടമല്ലെങ്കിൽ അമ്മയ്ക്കത് തുറന്നു പറയാം. ഞാൻ എവിടേക്കെങ്കിലും ഇറങ്ങിപ്പൊയ്ക്കോളാം. തളർന്ന അവശനായവനെ പോലെ അവൻ സെറ്റിയിലേക്ക് ചെന്ന് പടഞ്ഞിരുന്നു. എൻ്റെ നന്ദനെ ഇത്ര വേഗം മറക്കാൻ അമ്മയ്ക്ക് എങ്ങനെ തോന്നി? അവൾ ജീവിച്ചിരുന്നപ്പോൾ എത്ര സ്നേഹത്തോടെ അമ്മ അവളൊരു പെരുമാറിയിരുന്നത്. ഇപ്പോൾ അതെല്ലാം മറന്നുപോയോ? അവൻ ദേഷ്യം നിയന്ത്രിക്കാനാവാതെ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരുന്നു. അമ്മ എന്തേ എനിക്കൊരു മറുപടി തരാത്തെ? എന്തേ ഇപ്പോൾ പറയാനൊന്നുമില്ലേ? ഭദ്രൻ്റെ ചുവന്നു കലങ്ങിയ കണ്ണുകൾ അവർക്ക് നേരെ ജ്വലിച്ചുകൊണ്ടിരുന്നു. ഭദ്ര, കഴിഞ്ഞ 3 വർഷങ്ങൾ നീ നിൻ്റെ ഇഷ്ടത്തിന് ജീവിച്ചു. അതും മരിച്ചുപോയ നന്ദനകളുടെ ഓർമ്മകളായി. എൻ്റെ വാക്കിനൊരു വിലയുമില്ലാതെ ഞാൻ ഇവിടെ ഒരു പ്രേതത്തിനെ പോലെ ആത്മാവില്ലാത്ത വെറും ഒരു ശരീരമായി. അവർ ഉറപ്പോടെ പറഞ്ഞു തുടങ്ങി. എത്രയൊക്കെ നീ എന്നെ അവഗണിച്ചിട്ടും നിന്റെ നാളെക്കുറിച്ച് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. കാരണം സ്വന്തം മകൻ അനാഥനായി ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ ഒരമ്മയെ ആഗ്രഹിക്കില്ല എന്നുള്ളതുകൊണ്ട്. ഞാനുള്ള കാലത്തോളം നിന്റെ എന്ന് പറയാൻ നിനക്കൊരാളുണ്ട്. വിശക്കുമ്പോൾ വെച്ച് വിളമ്പി തരാനും നിന്റെ കാര്യങ്ങളൊക്കെ നോക്കുവാനും ഒക്കെ ഈ ഞാൻ. അവരപ്പോൾ വിറച്ചില്ല, വാക്കുകൾ പതറിയില്ല. മകനു വേണ്ടി വാക്കുകൾ കൊണ്ട് യുദ്ധം ചെയ്യുന്ന നല്ലൊരു തേരാളി ആയിരുന്നവർ. പക്ഷേ നീ ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ ഭദ്ര? നാളെ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ നിനക്ക് കൂട്ടിലൊരാളില്ല എന്ന സത്യം. അന്ന് നിനക്ക് തോന്നും എന്തിനാണ് നീ ജീവിച്ചിരിക്കുന്നതെന്ന്, ആർക്കു വേണ്ടിയാണ് ജീവിച്ചിരിക്കുന്നതെന്ന്. ഒറ്റപ്പെട്ടുള്ള ജീവിതം മരണത്തെപ്പോലെയാണ്. അതിന്നും നിനക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. പക്ഷേ ശൂന്യത അറിഞ്ഞാൽ മാത്രമേ ആ പരമമായ സത്യം നിനക്ക് മുൻപിൽ തുറക്കപ്പെടുകയുള്ളൂ. ഒടുവിൽ
ലക്ഷ്മി അവൻ്റെ അരികിൽ ചെന്ന് കരഞ്ഞുപോയി. ഭദ്രൻ മറുപടിയൊന്നും പറഞ്ഞില്ല. പലരും അവരെ ഒന്ന് നോക്കി, വല്ലാത്തൊരു രീതിയിൽ. മകൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായെന്ന രീതിയിൽ അവരൊന്ന് ചിരിച്ചു, അത്രമേൽ നിസ്സഹായതയോടെ. തൻ്റെ മകൻ്റെ ആലോചനകളെ ഒരിക്കലും മാറ്റാനാവില്ലെന്ന തിരിച്ചറിവിൽ ആ അമ്മമനമൊന്ന് തേങ്ങിപ്പോയി. ആത്മനിന്ദയോടെ അവരവിടെ നിന്ന് എഴുന്നേറ്റു. തോറ്റം തുന്നം പാടിയ തേരാളി. ഇത്രയും നാളും ജീവിച്ചതുപോലെ ഇനിയും നീ ജീവിച്ചോളൂ. ഈ അമ്മേനെ നിന്നോടൊന്നും പറയുകയില്ല. നിന്റെ ഒരു കാര്യത്തിനും ഞാൻ ഇടപെടുകയില്ല. പക്ഷെ ഒരിക്കൽ നീ ഓർക്കും, അന്ന് കാലം നമ്മുടെ കൈപ്പിടിയിലായിരിക്കില്ല മോനെ. അവസാനമായി അത്രയും പറഞ്ഞുകൊണ്ട് അവർ നേരെ അടുക്കളയിലേക്ക് നടന്നു. നടക്കുന്ന വഴിയിൽ തകർന്നുടഞ്ഞ ചില്ലുകൾ ലക്ഷ്മിയുടെ കാലിൽ കുത്തിക്കയറി മുറിവുകൾ വീഴ്ത്തി. ചോര വാർന്ന് തറയിൽ ചുവന്ന ചാൽപ്പാടുകൾ വീഴ്ത്തിയപ്പോഴും അവരാ വേദന അറിഞ്ഞില്ല. പകരം ഒറ്റയ്ക്കായ മകൻ്റെ ജീവിതത്തെക്കുറിച്ച് നീറിപ്പുകയുകയായിരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഭദ്രൻ അവിടെ നിന്നും മുറിയിലേക്ക് കയറി കട്ടിലേക്ക് കമിഴ്ന്നു കിടന്നുകൊണ്ട് അലറിക്കരഞ്ഞു, ഹൃദയം പൊട്ടുമാറുച്ചത്തിൽ. പക്ഷേ പതിവ് പോലെ അവൻ്റെ സങ്കടം കാണാൻ അവൻ അരികിലേക്ക് എത്തുന്ന ആത്മാവ് അന്ന് ചെന്നില്ല. അന്നവൾ ആദ്യമായി ഭദ്രനോട് പ്രതിഷേധിച്ചു. കാരണം അന്ന് ലക്ഷ്മിയുടെ നൊമ്പരങ്ങളായിരുന്നു നന്ദനയെ അത്രയേ നോവിലാഴ്ത്തിയത്. അപ്പോൾ തുടരും കേട്ടോ. അടുത്ത പാട്ടുമായിട്ട് വേഗം വരാവേ.